ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിലെ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് ഗൈസ് ഒരു ആടാണ്, നമുക്കത് ബാക്ക് അടിച്ച് കളയാം. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് നമ്മളത് ഒരു ഹൈഡൻ സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇത് കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിപ്പോഴാണ് അറിയണം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കണതാണ് ഗൈസ്. പിന്നെ നമുക്ക് ഈ മാപ്പ് നമുക്ക് റെഡി ആവണം ഗൈസ്. ഒരു മാപ്പ് ലോഡിങ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇത് തുടങ്ങണേ, ഹൈഡൻ സ്പോട്ട്. അപ്പോൾ നമ്മുടെ നേരെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ബസ് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. ഇന്ത്യറൊക്കെ പൊളിയാണ് ഗൈസ്. ഇതുണ്ടോ ഫീച്ചേഴ്സ് ഉണ്ട് ഗൈസ്. ഒന്നത്തെ ഫീച്ചേഴ്സ് ഇത് നമ്മുടെ ഇത് തുറക്കാൻ പറ്റും. രണ്ടാമത്തെ ഫീച്ചർ നമ്മുടെ പേര് കണ്ടോ നിങ്ങൾ, പേര് മാറും വരും അങ്ങനെയാണ് ഗൈസ്. മൂന്നാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റാണ്, നമ്മുടെ വണ്ടിയുടെ നിലത്ത് ലൈറ്റ് വരും. കണ്ടോ, മൂന്നാമത്തെ ഫീച്ചർ അതാണ് ഗൈസ്. ഇനി നമ്മൾ നേരെ പറക്കാൻ പോവാണ്. അപ്പോൾ അതേ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പം നമ്മൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് അടിച്ചു പിടിച്ചോ? ഇല്ല ഗൈസ്, ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടെ. നമുക്കിന്ന് നേരെ ഹൈഡൻ സ്പോട്ടിലോട്ട് പോവാം. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ഒരു ഹൈഡൻ സ്പോട്ടാണ്, ഒരു ഗുണ കേവ് എന്നൊക്കെ പറയാം. അങ്ങനെ ഒരു സ്പോട്ടാണ്. കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മളിപ്പോൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ 140 ഗൈസ് പെട്ടെന്ന് എത്തണ്ടെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്കും നമ്മൾ 64 നമ്മൾ ഗൈസ് ഇപ്പോൾ പോകുന്നത്. ബസ്സിലെ ക്യാമറ ഉണ്ട് ഗൈസ്, അതുകൊണ്ടാണ് അവിടെ LED ക്യാമറ കാണിക്കണേ. LED ക്യാമറയൊക്കെ സീനാണ് കേട്ടോ ഗൈസ്. വണ്ടിയുടെ സ്പീഡ് നിങ്ങൾ നോക്കിയ ഗൈസ്, എത്രയിലെ വിടണേന്ന് 150 പോയത്. ഇനി നമുക്കത് അപ്പുറത്തെ സൈഡിലോട്ടും ലെഫ്റ്റിലോട്ടും പോകാം. ഇത് അത്രയ്ക്ക് സ്റ്റിയറിംഗ് ആയിട്ട് പോകല ഗൈസ്, നന്നായിട്ട് ഒടിയല്ലാം പറക്കുവാണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് ഗൈസ്. ഒരു മാപ്പ് കഴിയണം, ഒരു ലോഡിങ് മാപ്പ്. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ടാണ്. മറ്റേ ബസ് മീറ്ററിൽ നമ്മുടെ വീടൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ഇപ്പം നേരെ പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലോഡിങ് മാപ്പ്. എത്തി. ലോഡിങ് മാപ്പ് കഴിയണം. ഇത് കഴിഞ്ഞാലാണ് ലോഡിങ് മാപ്പ് കഴിഞ്ഞാൽ 2 കിലോമീറ്റർ ഉണ്ട്. ലോഡിങ് മാപ്പ് പിന്നെ 2 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പോൾ നമ്മളത് സ്പീഡിൽ പോകണം. കുറച്ചും കൂടി ഉണ്ട് ഗൈസ്. ഞങ്ങൾക്ക് വഴി തെറ്റിയെന്നൊരു സംശയം ഉണ്ടാകുന്ന വന്നിട്ടാണ് അത് മാറിയത് ഗൈസ്. നമ്മളങ്ങനെ സ്പീഡിൽ പോവുകയാണ് ഗൈസ്. 170 180 ഗൈസ്. 180 സീനായിട്ട് പോവാം. പുറക്കുവാണ് ചുമ്മാ ഗൈസ്. 180 ഗൈസ്. ഇത്ര വളവൊക്കെയല്ല, അത്ര ഉള്ളു. 200 ഇപ്പം ആവും ഗൈസ്. അങ്ങനെ ഗൈസ് 200 ആയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് 200 നമുക്കിനി നേരെ ഹൈഡൻ സ്പോട്ടിലോട്ട് പോവാം. ഹൈഡൻ സ്പോട്ടിലെത്തി ഗൈസ്. എത്തിയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് ഇപ്പുറത്തോട്ട് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മളതിന് റൈറ്റ് ആയിട്ട് നേരെ പോകണം. നമ്മളങ്ങനെ നമ്മുടെ ഇപ്പം എത്തും ഗൈസ്. ഇപ്പം തന്നെ എത്തും ഗൈസ്. കുറച്ചും കൂടി ഉള്ളൂ. നമ്മുടെ ബസ് മീറ്ററിലെ വീട് കാണിക്കാമെന്ന് പറഞ്ഞില്ല ഗൈസ്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ സ്പീഡിൽ പോകുന്നു ഗൈസ്. ഇതിപ്പോൾ സെറ്റപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ട എന്തായാലും ഇഷ്ടപ്പെടും ഗൈസ്. കുറേ യൂട്യൂബേഴ്സൊക്കെ ചെയ്തേക്കുന്നുണ്ട്.
ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേറൊരു വഴിയുണ്ട്, അത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീട്, കാണിച്ചു തരാം. ഞങ്ങളുടെ വീടാണിത്. ഇതാണ് ഞങ്ങളുടെ വീട്. അവസാനം ഈ ബസ്സൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇടാമെന്നാണ് കരുതുന്നത്. ഇടാമെന്ന് തോന്നുന്നു. ഇടാല്ലേ, നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിടാം. നമ്മളിനി നേരെ റിവേഴ്സ് എടുത്ത് പോവാണ്. നമുക്ക് റിവേഴ്സ് എടുത്താണ് ആ ഹൈഡ് ആൻഡ് സ്പോട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഇനി നമുക്ക് വേറൊരു വഴിയുണ്ട് ഗൈസ്, അത് കാണിച്ചാൽ ഗൈസ്. ഇതിൽ കൂടെ ഈ സൈഡിൽ കൂടെ നമ്മുടെ ഈ വണ്ടി കാണിക്കല്ലേ എങ്ങോട്ടാ, ആ സൈഡിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ ഹൈഡ് ആൻഡ് സ്പോട്ട് വരുന്നത്. ഗുഹ കേവ്. അവിടെ വെച്ച് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നേരെ പോയി ഞങ്ങളുടെ വേറൊരു റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ റൂട്ടാണ് നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കുറച്ച് പോകണം. അത് എത്തിയിട്ടുണ്ട് ഗൈസ്, ആ റൂട്ട് എത്തി. നമുക്കത് എടുത്തിട്ട് റിവേഴ്സ് എടുത്ത് വരും, എന്നിട്ടാണ് ഗൈസ് പോകുന്നത്. ഗൈസ് നമ്മുടെ ഹൈഡ് ആൻഡ് സ്പോട്ടിലോട്ട് എത്താൻ പോവുകയാണ്. ഇതാണ് നിങ്ങൾ പറഞ്ഞ വഴി, ഒരു ചെറിയ വഴിയാണ് ഗൈസ്. ഇതിൽ കൂടെ ബസ് പോകും, മറ്റേ നമ്മുടെ ഹൈഡ് ആൻഡ് സ്പോട്ടിലോട്ട് പോകില്ല, ഇതിൽ കൂടെയൊക്കെ പോകും ഗൈസ്. ഇനി ഇവിടെ നിന്ന് കറങ്ങി നേരെ റോട്ടിലോട്ടെത്തി അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്, വേറെ വഴിക്കൂടെ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ കറങ്ങിയ നേരെ ഒരു ഈ കയറിയിട്ട് നേരെ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ റോഡ് നമ്മുടെ മെയിൻ റോഡാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് ഗൈസ് നമ്മുടെ മറ്റേ ഹൈഡ് ആൻഡ് സ്പോട്ട്. ഇവിടെ കുറേ വണ്ടികൾ ജാമായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരിക്കണം. തിരിച്ച് നമ്മൾ നേരെ നമ്മളിങ്ങനെ മറ്റിങ്ങോട്ട് തിരിച്ചേക്കണ്ട. ഇപ്പം നമ്മൾ എവിടെ എത്തി? ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവിടുന്ന് റിവേഴ്സ് എടുത്താണ് പോകാൻ പറ്റുള്ളൂ. കാരണം ചെറിയ റോഡല്ല, നമുക്ക് റിവേഴ്സ് എടുത്ത് പോകാനേ പറ്റുള്ളൂ. പകുതി എത്തുമ്പോൾ നമുക്ക് നടക്കേണ്ട വരും ഗൈസ്. ആ റൂട്ടിലോട്ട് വണ്ടി പോവില്ല ഗൈസ്, നടക്കണ റോട്ടിലോട്ട് പോവില്ല. അവിടെ ഫുള്ള് കമ്പൊക്കെയാണ് കിടക്കണത്. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് നമുക്ക് കയറ്റാം. റിവേഴ്സ് എടുക്കാൻ കുറച്ച് പാടുണ്ട്, എന്നാലും നമ്മൾ റിവേഴ്സ് എടുത്തേക്കുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ബാക്കിലോട്ട് നേരെ റിവേഴ്സ് എടുത്ത് പോകണം. നമ്മുടെ വണ്ടിയുടെ ലൈറ്റൊക്കെ എവറെ ലേറ്റാണ് ഗൈസ്, ലേറ്റാ. നമ്മുടെ ഹൈഡ് ആൻഡ് സ്പോട്ടിലോട്ട് നമ്മൾ കയറാൻ പോവാണ് ഗൈസ്. വണ്ടിക്കെന്തോ പറ്റി ബ്ലോക്കായി, വണ്ടിക്കെന്തോ പറ്റി ഗൈസ്, ജാമായി ഗൈസ്. നമുക്കൊന്ന് നടന്നു പോയി നോക്കാം ഗൈസ്. ഇറങ്ങാം ഗൈസ്, ഇറങ്ങാം ഗൈസ്. നമുക്കൊന്ന് വണ്ടി ഓഫാക്കിയിട്ട് ഹാൻഡ് ബ്രേക്കിലിട്ട് ഇറങ്ങാം. ഹാൻഡ് ബ്രേക്ക് ഇട്ടു, നമുക്കിനി പുറത്തോട്ടിറങ്ങാം. നമുക്കിനി നേരെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. റോഡുമാണ് ഗൈസ്, അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയില്ല, നടന്നു പോകാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് നടന്നു പോയി എന്തായാലും ഒന്ന് നോക്കാം. ഇങ്ങോട്ടൊരു വളവുണ്ട് ഗൈസ്, ലെഫ്റ്റിലോട്ടല്ല വളവാ, ആ ലെഫ്റ്റിലോട്ടൊരു വളവുണ്ട്. ആ വളവ് നമുക്ക് അങ്ങനെ വളയാം. ഗൈസ് പോകാൻ പറ്റൂല ഗൈസ്, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂല, എൻട്രി ഇല്ല ഗൈസ് അവിടെ. നമുക്ക് ഒന്നും കൂടി വണ്ടിയുടെ അടുത്തോട്ട് വണ്ടി എടുത്ത് നോക്കാം ഗൈസ്. നമ്മൾ വണ്ടി ഓണാക്കി ഗൈസ്, നമുക്കൊന്ന് പോയി നോക്കാം, വണ്ടി ഒന്ന് എടുത്ത് നോക്കാം ഗൈസ്. ഗൈസ് ഇപ്പോൾ കിട്ടി ഗൈസ്, വണ്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഗൈസ്. ജാമായതാണോ അവിടെ, ഇടിച്ച് ജാമായാണോ? അപ്പോൾ നമുക്ക് ഇനി നേരെ ഹൈഡ് ആൻഡ് സ്പോട്ടിലോട്ട് പോകാം. ഇനി ജാമാവൂല ഗൈസ്, പിന്നെ നേരെ ബാക്ക് എടുക്കാം. ബാക്ക് എടുത്ത് ഗൈസ്
അങ്ങനെ ഗൈസ് നമ്മൾ ബാക്ക് എടുത്തു. പിന്നെ നമുക്കത് നമ്മൾ നേരത്തെ കണ്ടൊരു വളവാണത്. ഞാൻ വളവ് തിരിക്കാൻ അത്ര പാടൊന്നുമില്ല ഗൈസ്. അങ്ങനെ തിരിച്ച് ബാക്കിലോട്ട് വരികയാണ്. പാട് ചെറുതായിട്ടുണ്ട്. നമ്മളിങ്ങനെ ബാക്കിലോട്ട് വന്നു. ഇനി ഇവിടെ അങ്ങോട്ട് നമുക്ക് വണ്ടി നിർത്തിയിട്ടാണ് പോകാൻ പറ്റുള്ളൂ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോകാനാണ് പറ്റുള്ളൂ, അല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോയാൽ വണ്ടി എന്തായാലും ജാമാവും. ചെറിയൊരു വഴിയാണ് ഗൈസ്, അതുകൊണ്ട് എന്തായാലും വണ്ടി ജാമാവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നടന്ന് പോകാം ഗൈസ്. ഇവിടെ നമുക്ക് വണ്ടി നിർത്താം. ഗൈസ് അപ്പോൾ നമ്മളെന്നാ വണ്ടിയൊക്കെ നിർത്തി പുറത്തോട്ടിറങ്ങി പിന്നെ നേരെ ആ സ്പോട്ടിലോട്ട് പോവാം. ഇങ്ങോട്ട് മുമ്പിലാണ് ഗൈസ്. ഇപ്പം തന്നെ എത്തും ഗൈസ്. ഇപ്പം തന്നെ എത്തും ഗൈസ്. എത്തി. ഹൈഡ് ആൻഡ് സ്പോട്ടിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് ഗൈസ് നമ്മുടെ ഹൈഡ് ആൻഡ് സ്പോട്ട് പറയുന്നത്. ഈ ഒരു കുളമാണ്. ഈ കുളത്തിലൂടെ നമുക്കൊന്ന് ചാടാം ഗൈസ്. 3, 2, 1 ചാടിക്കോ. നമ്മൾ ചാടി. ഇതാണ് ഗൈസ് വൈബ്. ഞാൻ അവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്കണം, നമുക്ക് അവിടെ പോയി ഒരു സെൽഫി എടുക്കാം ഗൈസ്. ഇതാണ് അവിടെ. ഇതെന്താ എഴുതി വെച്ചേക്കണം? ഡിസ്നിയോ? നമുക്കൊരു സെൽഫി എന്തായാലും എടുത്തേക്കാം ഗൈസ്. ഈ സമയം അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഇനി ബസ്സിൻ്റെ അടുത്തോട്ട് പോയി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഗൈസ്. ഈ റൂട്ട് കണ്ടു ഗൈസ്. ഈ നേരെ പോണ ഈ റൂട്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. വൈബ് റൂട്ടാണ് ഗൈസ്. നമ്മളിത് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് തിരിച്ച് വൈബ് റൂട്ടാണ്. ഇതുണ്ടോ, സൂപ്പറാണ് ഗൈസ്. ഒന്നിടിച്ചു ഗൈസ്. നമ്മളിനി നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ ലൈറ്റൊക്കെ കണ്ടോ വണ്ടിയുടെ? ഇപ്പം ലൈറ്റ് നമ്മൾ ഒന്ന് കത്തിച്ചാണ്. ഇത് നിങ്ങളൊന്ന് നോക്കിയേ, ലൈറ്റ് ഒന്ന് നോക്കിക്കോട്ടോ. നമ്മളെ പൊളിയല്ലേ ഗൈസ് വണ്ടിയുടെ. ഡബിൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴാണ് പൊളിയായിട്ട് വന്നേക്കണേ. നമുക്കങ്ങനെ ഇനി നേരെ വീട്ടിലോട്ട് പോവാം. പൊളി ഗൈസ്. ഇവിടെ എന്താ ബ്ലോക്ക് ആയിട്ടുണ്ട്? എന്താ ബ്ലോക്കായ? നമ്മൾ നേരത്തെ ഇടിച്ചിട്ട് ആ വണ്ടിയാണോ? അതുകൊണ്ടായിരിക്കും ബ്ലോക്ക് ആയേക്കണേ. ഇടിച്ചു ഗൈസ്, ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ പരിപ്പിളാക്കി. ഗൈസ് പോലീസ് നമുക്ക് പെട്ടെന്ന് വിടാം. പോലീസ് കാണുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് വിടാം ഗൈസ്. പറപ്പിക്കാം പാപ്പാ. സ്പീഡിൽ പോകുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് തിരിക്കാം ഗൈസ്. ഇവിടെയാണ് നമ്മുടെ വീട്. നമ്മളെ ചെറിയൊരു വീട്, വൈബ് വീടാണ് ഗൈസ്. എന്നാലും നമ്മുടെ വീടൊക്കെ ചെറുതാണ്, സഹിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ വീട്. നമ്മൾ നേരത്തെ കാണിച്ചില്ല, ആദ്യം കാണിച്ചൊരു വീട്, അതാണ് വീട്. ബസ്സിലെ ആൾക്കാരൊന്നും ഇല്ലാന്ന് ഗൈസ്. നമ്മളൊന്ന് ചുമ്മാ വന്ന് നോക്കിയത് ഇനി നമുക്ക് വരാൻ വേണ്ടി. ഇനി വരുമ്പോൾ ആൾക്കാരൊക്കെ വിളിച്ച് നമുക്ക് പെവറാക്കി വരാം ഗൈസ്. അവിടെ കയറ്റിയിടാൻ പറ്റുമോ നോക്കാം. കയറ്റിടാൻ പറ്റില്ല ഗൈസ്. കയറ്റിയിട്ടിട്ട് നമുക്ക് വണ്ടി ഒന്ന് കയറണം ഗൈസ്. വണ്ടി ഫുള്ളൊക്കെ ചെളിയായി. കുളത്തിലോട്ടെടുത്ത് വണ്ടി ഇടാന്നൂരെ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റൂല ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ജീപ്പ് കൊണ്ടുവരാം ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യാനും മറക്കല്ല ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബാക്ക് എടുത്ത് കയറ്റി ഗൈസ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഈ അടുത്ത വീഡിയോ കാണാം. ബൈ.